വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് നാഷണൽ സ്റ്റൈൽസ് ഇൻ സിനിമ ബൈ സത്യജിത് റായ് എന്ന ഈ ഒരു വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള കാര്യം എന്നുള്ളത് എങ്ങനെയാണ് സിനിമ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ദ യൂണീക്ക് എത്തോസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് നാഷൻസ് എന്നാണ് ഈ ഒരു എസ്സേയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സിനിമയെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്നുള്ളത് ഈ ഒരു എസ്സേയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് നാഷണൽ സിനിമ എന്നുള്ളത് എപ്പോഴും അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റായിട്ട് റൂട്ടഡ് ആയിരിക്കും. ഒരിക്കലും വെസ്റ്റേൺ സ്റ്റൈൽസിനെ ആയിരിക്കില്ല ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നുള്ളത്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി. സിനിമ എന്ന് പറയുന്നത് ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് സത്യജിത് റായ് പറയുന്നത്. ഈ ഒരു റൈറ്റർ വിശ്വസിക്കുന്നുള്ളത് സിനിമ എന്നുള്ളത് പവർഫുൾ മീഡിയമാണ്, റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് സ്പെസിഫിക് കൾച്ചറൽ വാല്യൂസും ട്രഡീഷൻസും ആണ്. അതുപോലെ തന്നെ ഒരു നാഷൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഏതിനേക്കാൾ ബ്ലൈൻഡ്ലി അഡോപ്റ്റിംഗ് ഫോറിൻ സ്റ്റൈൽസിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഈ ഒരു നാഷണൽ എക്സ്പീരിയൻസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്പെസിഫിക് കൾച്ചറൽ വാല്യൂസ് ട്രഡീഷൻസൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ മീഡിയമായിട്ടാണ് ഈ ഒരു റായും സിനിമയെ വിശ്വസിക്കുന്നുള്ളത്. അദ്ദേഹം ഇമിറ്റേഷനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു വെസ്റ്റേൺ സിനിമാറ്റിക് സ്റ്റൈൽസ് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ള അതിനെതിരെയുള്ള ഡേഞ്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെസ്റ്റേൺ സിനിമാറ്റിക് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഫെയിലർ ആയിരിക്കും എന്നൊക്കെയാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ഫൈൻഡിങ് ദ ഇന്ത്യൻ ഇൻ ഇന്ത്യൻ സിനിമ. റായ് എന്നുള്ള അദ്ദേഹം പറയുന്നത് സിനിമ റൂട്ടഡ് ആയിട്ടുള്ളത് ഇന്ത്യൻ കൾച്ചറായിട്ടാണ്. ആ ഒരു ഇന്ത്യൻ സിനിമയിൽ ഡ്രോ ചെയ്യുന്നുള്ള ഇൻസ്പിറേഷൻ എന്നുള്ളത് ഇന്ത്യൻ ലിറ്ററേച്ചർ, ആർട്ട്, ഹിസ്റ്ററിയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവാറ്. അതുപോലെ തന്നെ വൈൽ ഓൾസോ ബീങ് ഓപ്പൺ ടു ഗ്ലോബൽ ഇൻഫ്ലുവൻസസ്. റായി പറയുന്ന ആ ഒരു റൈറ്റർ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഡിഫറെൻറ്റ് നാഷണൽ സിനിമാസിൻ്റെ എക്സാമ്പിൾസ് എന്തിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് നാഷണൽ സിനിമാസിനെ എക്സാമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത് യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമേരിക്കൻ, ജപ്പാനീസ് ആൻഡ് യൂറോപ്യൻ സിനിമ. ഈ ഒരു സിനിമയിലൊക്കെയുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയിലൊക്കെയുള്ള കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. കൾച്ചറൽ കോണ്ടെക്സ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു റൈറ്റർ എംബസൈസ് ചെയ്യുന്നുള്ളത് ഊന്നി പറയുന്നുള്ളത് ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ഇൻ വിച്ച് എ ഫിലിം ഈസ് മെയ്ഡ് ആൻഡ് ഹൗ ദ കോണ്ടെക്സ്റ്റ് ഷേപ്സ് ദ ഫിലിംസ് തീം. ആ ഒരു ഫിലിമിൻ്റെ തീമിനെയും ക്യാരക്ടേഴ്സിനെയും സ്റ്റൈലിനൊക്കെ എങ്ങനെയാണ് ആ ഒരു കോണ്ടെക്സ്റ്റ് ഷേപ്പ് ചെയ്യുന്നുള്ളത് എന്നതിനൊക്കെ പറ്റിയിട്ട് ഈ ഒരു റൈറ്റർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഓൺ വർക്കായിട്ടുള്ള പെർട്ടിക്കുലർലി ദ അപ്പു ട്രിലോജി പറയുന്നുള്ള ആ ഒരു വർക്കാണ് ഈ ഒരു ഇന്ത്യൻ കൾച്ചറും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് അപ്പീൽ ഇത് രണ്ടിനും ഈ ഒരു രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ തന്നെ ഫിലിമാണ് അപ്പു ട്രിലോജി എന്ന് പറയുന്നുള്ള ഫിലിം എന്നുള്ളത്. റായിസ് റൈറ്റിംഗ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സത്യജിത് റായ് ഓൺ സിനിമ, അതുപോലെ തന്നെ അവർ ഫിലിംസ് ദർ ഫിലിംസ്, ഈ രണ്ട് സിനിമയൊക്കെ ഓഫർ ചെയ്യുന്നുള്ളത് വാല്യുബിൾ ഇൻസൈറ്റ്സ് ആണ് ഇൻ ടു ഹിസ് ഐഡിയാസ് അബൌട്ട് സിനിമ. അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റിയിട്ടുള്ള ഐഡിയാസിന് വേണ്ടിയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ് ഈ ഒരു റൈറ്റിങ്സിലുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാഷണൽ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള ഐഡിയാസിനെ പറ്റിയിട്ടുള്ള വാല്യുബിൾ ഇൻസൈറ്റ്സ് ആണ് ഈ ഒരു റൈറ്റിങ്സിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നുള്ളത്. ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സിനിമ. ഈ ഒരു റൈറ്ററിൻ്റെ ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി പാരലൽ സിനിമ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഇന്ത്യൻ സിനിമേൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ആ ഒരു കാര്യം എന്നുള്ളത് ക്രിയേറ്റ് എ മോർ ഒതൻറ്റിക് ആൻഡ് കൾച്ചറലി റിലവൻറ്റ് സിനിമ.
നാഷണൽ സിനിമ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എത്തോസാണ്. ഈ റായ് എന്ന റൈറ്റർ പറയുന്നുണ്ട് നാഷൻസ് സിനിമ എന്നുള്ളത് ഒരിക്കലും കളക്ഷൻ ഓഫ് ഫിലിംസ് അല്ല, പക്ഷേ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഇറ്റ്സ് കൾച്ചറൽ ഐഡൻറ്റിറ്റി, വാല്യൂസ് ആൻഡ് ഹിസ്റ്ററി. അതുപോലെ തന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുള്ളത് ദാറ്റ് ഈച്ച് നാഷണൽ സിനിമ എന്നുള്ളത് അതിന് യുണീക്കായിട്ട് അതിൻ്റെ ഓൺ യുണീക്ക് റിതം ആൻഡ് ടെമ്പോ ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഷെയ്പ്പ് ചെയ്യുന്നുള്ള ആ ഒരു സിനിമ ഷെയ്പ്പ്ഡ് ബൈ ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റിക് ട്രഡീഷൻസ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുള്ളത് ഈ ഒരു റിതമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സിനിമയ്ക്കൊരു ഉദാഹരണമായിട്ട് അമേരിക്കൻ സിനിമയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ എന്നുള്ളത് അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത് ഇന്ത്യൻ സിനിമയ്ക്ക് അതിൻ്റെ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തിനെന്ന് വെച്ചാൽ കൾച്ചറൽ ഹെറിറ്റേജും അതുപോലെ തന്നെ ക്രിയേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് നാഷണൽ സ്റ്റൈലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ സിനിമയ്ക്കുള്ളതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഏതിനേക്കാൾ സിംപ്ലി ഇമിറ്റേറ്റിംഗ് വെസ്റ്റേൺ മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു നാഷണൽ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ അതിൻ്റെ ഓൺ കൾച്ചറൽ ഹെറിറ്റേജ് എക്സ്പ്ലോർ ചെയ്യാനുള്ള യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഈ ഒരു റൈറ്റർ ബിലീവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നുള്ള കാര്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള സോഷ്യൽ റിയലിസം, ഹ്യൂമനിസ്റ്റിക് തീംസിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓൺ ഫിലിമായിട്ടുള്ള പതേർ പാഞ്ചാലി അപ്പോ ട്രിലോജി എന്നുള്ള ഫിലിമിൽ യൂണിവേഴ്സൽ തീംസ് ആയിട്ടുള്ള പോവേർട്ടി, ഇനീക്വാലിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സ്യൂട്ട് ഓഫ് ഡ്രീംസ് ഒക്കെ ഈ ഒരു സിനിമയിലുള്ള തീംസ് യൂണിവേഴ്സൽ തീംസാണ്. ഈ ഒരു തീംസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഹ്യൂമനിസ്റ്റ് അപ്രോച്ച്, അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിങ്ങിനോടുള്ള ഹ്യൂമനിസ്റ്റ് അപ്രോച്ചാണ് ഈ ഒരു സിനിമയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു റായ് എന്ന ആ ഒരു റൈറ്ററിൻ്റെ മറ്റുള്ള ഫിലിംസ് എംബസൈസ് ചെയ്യുന്നുള്ളത് സൈക്കോളജിയും അതുപോലെ തന്നെ കൺവെൻഷണൽ നെറേറ്റീവിന് മുകളിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലിംസിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇന്നർ സ്ട്രഗിൾസും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്. ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കോംപ്ലക്സിറ്റീസും ഇന്നർ സ്ട്രഗിൾസാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിം കവേർഡ് ആയിട്ടുള്ളത് എ വൈഡ് റേഞ്ച് ഓഫ് ഷോണേഴ്സ് ആൻഡ് പീരിയഡ്സ്, ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് കോമഡീസ്, ട്രാജഡീസ്, റൊമാൻസസ്, മ്യൂസിക്കൽസ് ആൻഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. അതുപോലെ തന്നെ പോർട്രേ ചെയ്യുന്നുള്ളത് വാരിയസ് ക്ലാസ്സസ് ഓഫ് ബംഗാളി സൊസൈറ്റിയിലുള്ള വാരിയസ് ക്ലാസ്സസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിലൊക്കെ പോർട്രേ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ റായ്സ് ഫിലിം ഫോക്കസ് ചെയ്യുന്നുള്ളത് തോട്ടും അതുപോലെ തന്നെ ഫീലിങ്സും ആണ്. റായ്സ് ഫിലിം പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നുള്ളത് തോട്ടിനും ഫീലിങ്ങിനാണ്. ഏതിനേക്കാൾ കൂടുതൽ റാദർ ദാൻ ആക്ഷൻ ആൻഡ് പ്ലോട്ട്, ആക്ഷനും പ്ലോട്ടിനേക്കാൾ കൂടുതൽ തോട്ടും ഫീലിംഗാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്, പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്നർ ലിവ്സ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ സ്ട്രഗിൾസിനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ, ഈ ഒരു എസ്സേയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.